നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ പുതിയ കോച്ചായി ഹോർഗെ ഹീസസിനെ നിയമിച്ചല്ലോ. 71കാരനായിട്ടുള്ള കോച്ചിനെ 4 വർഷത്തെ കോൺട്രാക്റ്റിലാണ് പോർച്ചുഗൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത യൂറോ കപ്പും അടുത്ത വേൾഡ് കപ്പും ഒക്കെ അദ്ദേഹമായിരിക്കും ടീമിനെ പരിശീലിപ്പിച്ചിറക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം അൽ നസറിൽ വർക്ക് ചെയ്യുകയും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൗദി പ്രോ ലീഗിൽ കിരീടം ചൂടിക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് എത്തുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോ തുടരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അടുത്ത വേൾഡ് കപ്പിന് താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ക്രിസ്ത്യാനോ പക്ഷേ ദേശീയ ടീമിൽ കളി തുടരുമോ ഇല്ലയോ എന്നതിനൊരു വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും കോച്ചിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് ഹോർഗെ ഹീസസിനോട് ക്രിസ്ത്യാനോയെക്കുറിച്ച് ചോദിക്കേണ്ടായി. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും ദേശീയ ടീമിനൊരു പ്രശ്നമാവില്ല, അതുപോലെ എനിക്കും ഒരു പ്രശ്നമാവില്ല. ക്രിസ്ത്യാനോ വിൽ നെവർ ബി എ പ്രോബ്ലം ഫോർ ദി നാഷണൽ ടീം നോർ ഫോർ മീ. ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും പോർച്ചുഗൽ ഫുട്ബോളിൻ്റെ ഒരു സിമ്പലാണ്. അദ്ദേഹത്തിന് അൽ നസറിൽ കണ്ടിന്യൂ ചെയ്യണം. അദ്ദേഹം അവിടെ തന്നെ കളി തുടർന്ന് അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുക. സോ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ ദേശീയ ടീമിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു വ്യക്തത എന്തായാലും ഇപ്പോൾ ഹോർഗെ ഹീസസ് നൽകുന്നില്ല. അത് നൽകേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഒരിക്കലും പോർച്ചുഗൽ ദേശീയ ടീമിനൊരു പ്രശ്നമാകില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.